ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ഇല്ല മോനെ, ഓൾക്കിനി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഓളെ പിറകെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണടി എത്ര നേരം എന്തെങ്കിലും ലേറ്റ് ആവണേ? നേരം വൈകിയ കാര്യം എന്താ നീ പറഞ്ഞില്ലേട്ടാ? എന്താ കാര്യം പറയും? എന്ത് പറയാനാടി? എന്ത് കാര്യം? എടി ഇന്ന് രാവിലെ നേരം വൈകിയ പറയാൻ നീ പറഞ്ഞില്ല, അതന്നെ. ഓ അതോ, അത് രാവിലെ തന്നെ ഒരു നരമ്പുരോഗി വെറുതെ ചോറിയാൻ വന്നത്. എന്താടി അവനെ കയറി പിടിച്ചോ? എന്നാ പിന്നെ അവൻ ഇവരറിയും. പിന്നെന്താടി കാര്യം? അതാ ഒന്നുമില്ല മോളെ, നീ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നോക്ക്. കുറെ പണിയുണ്ട് അവിടെ. എടി ഞാൻ ഇറങ്ങേണ്ടി വരുമോ? പണി പാളോ? ഒന്നും വേണ്ടി വരില്ല മോളെ, നമുക്ക് എവിടുന്ന അതിനൊക്കെ സമയം. എന്തിട്ടാ കൃഷ്ണേട്ടാ, നേരെ എത്ര ഇവിടെ നിക്കണേ? ആണല്ലേ 10 മിനിറ്റ് വൈകി ആൾക്ക് കുഴപ്പമില്ല. അതുപോലെയാണ് പെൺകുട്ടി. സാരില്ലേ കൃഷ്ണേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരുക്ക് കൊടുത്തോളി. കഴിഞ്ഞ മോളെ, വേറെന്താ വേണ്ടേ? വേണ്ട, ഇത് മതി. കൃഷ്ണേട്ടാ ഇതും കൂടി ഒന്ന് എഴുതിയേക്കണേ. ആ എന്താ വേണ്ടേ? കടം വാങ്ങുന്നവർക്കും പെണ്ണുങ്ങൾക്കാണ് ഇവിടെ മുൻഗണന. പൈസ ഒന്ന് വാങ്ങുന്നവർക്ക് ഇവിടെ ഒരു വിലയില്ല. കഷ്ടം. നേരെ സന്ധ്യ ആയാലേ ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയാ മുൻഗണന. ആരുടെ ഇതുകൊണ്ട് വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ. അതിനെ മറ്റേ അത്രയിൽ കാണണ്ട, എന്നോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലടോ. പോട്ടെ കൃഷ്ണേട്ടാ, മോൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി അറിയാൻ പോണോ? വിവരക്കടോ? എന്ത് വിവരക്കട്? അതൊക്കെ ഒന്ന് പുറത്ത് വരണ മതി. നിന്റെ വീട്ടിൽ നടക്കൂല. അതൊക്കെ വെക്കാതെ കൃഷ്ണേട്ടാ, നിങ്ങളെ കാര്യം എനിക്ക് എടുക്കുന്ന ഭയങ്കര. അല്ല മോളെ, ഇന്നും നേരം വൈകിയോ? ഒന്നും പറയണ്ടേ ചേച്ചി, കമ്പനിയിൽ നല്ല തിരക്കാ. സീസണല്ലേ. കണ്ടപ്പോൾ ഇപ്പോൾ ഓണം പെരുന്നാളൊന്നും മറന്നൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല തിരക്കാ. ഇന്നലെ ആ പതിരം വന്ന് എന്തെല്ലാം വെള്ളം വെച്ചെന്ന് കേട്ടല്ലോ. എന്താ പ്രശ്നം? അത് കുറെ കാലം മുമ്പ് അച്ഛനെ അയാളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി മാത്രം. ഞങ്ങളിപ്പോൾ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ചേച്ചി? ചേച്ചിക്ക് അറിയാലോ, ജീവിച്ചു പോകുന്നതിനൊരു കണക്കിന്. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം മോളെ. രാഘവട്ടം കണ്ണു പോയോണ്ടാ മോളെ കുടുംബത്തിൻ്റെ നട്ടലൊരുങ്ങി. ബേജാറാകണ്ട മോളെ, ഒക്കെ ശരിയാവും.
മുഖം വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല ചേച്ചി, ഞാൻ ഒരു നോക്കിയിരുന്നു വേണം ഓർമ്മിക്കാൻ. നല്ലതെന്താന്ന് പറയാൻ നമുക്കുള്ളത് ഇന്നോ നാളെയൊന്ന് പറഞ്ഞെടുക്കുന്ന അച്ഛൻ. എന്ത് പ്രസവിച്ച മക്കളെ പോലും ഓർമ്മയില്ലാത്ത ചെറുപ്പം മുതലേ നമ്മളിതൊക്കെ കാണുന്നതല്ലേ, അപ്പൊ ഇതൊക്കെ ശീലമായി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി. മുഴുവെ കുടിച്ചിട്ട് വന്നു കഴിക്കണ്ടേ? എന്നാലും ചേച്ചി എനിക്ക് ചേച്ചിയോട് എന്നോട് ചതി ചെയ്യുന്നു. എന്നിട്ട് പോയി ഞാൻ കരുതി ഏട്ട ആ വാക്കിനെ വേണ്ടി പോരുത്. എന്റെ കാരണമാണ് എന്റെ ജീവിതം തകർത്ത ദ്രോഹി. എന്റെ മോളെ എടുത്ത് മാത്രം ഞാൻ അവനെ കൊല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ എന്നെ തീർത്തത്. ചേച്ചി എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോയത്? അത് എനിക്കില്ലാത്ത എന്താ അവർക്കുള്ളത്? ചേച്ചി എല്ലാം കഴിവുകൊണ്ട് ദൈവം ഒരാളില്ലേ ചേച്ചി, ചേച്ചിയുടെ കളിയുണ്ട്. ഒക്കെ മനസ്സ് പതറും, അതല്ലാതെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. എന്നാലും എൻ്റെ മക്കളെ ഒരു വിധി. അച്ഛനാണെങ്കിൽ അങ്ങനെ, അമ്മയാണെങ്കിൽ ഭ്രാന്തി. അമ്മ കടത്താൻ വന്നിരിക്കുന്നു, എനിക്ക് പോടിയാക്കുന്നു. അമ്മയ്ക്ക് മാറ്റങ്ങൾ വരുന്നത് വ്യക്തമാണല്ലേ ചേച്ചി? അമ്മയ്ക്ക് അസുഖം മാറില്ല ചേച്ചി? ഇനി എന്ന് മാറാനാ മോളെ? കാലെത്രയായി? നമ്മളെ ഏട്ടൻ മരിച്ചപ്പോ മുതലാ അമ്മയ്ക്ക് ഇങ്ങനെ. മോളെ നീതോ? അച്ഛൻ വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. വന്നിട്ട് അച്ഛൻ നിന്നെ കണ്ടില്ലല്ലോ, നീ അങ്ങോട്ട് ചെല്ല്. അച്ഛാ, എന്റെ മോള് വന്നു. പുറത്തു പോയി വരുന്ന സമയം കഴിഞ്ഞാല് അച്ഛന് പേടിയാ മോളെ. എന്തിനാ അച്ഛാ പേടിക്കുന്നത്? ഒരച്ഛന്റെ വേദന
നിങ്ങൾക്കറിയാത്തോണ്ടാ മക്കളെ. ദൈവങ്ങൾക്കിടയിലാ. അച്ഛാ, അച്ഛാ, അച്ഛന് ചോറ് കൊണ്ട് തരട്ടെ? നേരം കുറെ ആയില്ലേ? നിന്നെ ഒന്ന് കണ്ടാ മതിയെന്നായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പം വിശക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ കൊടുത്തോളാം മോളെ അച്ഛന് ചോറ്. നീ പോയി കഴിച്ച് കിടക്കാൻ നോക്ക്. മോള് പോയി.